ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് പോകാം. ഹായ്, അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കടമക്കുടിയിലേക്കാണ്. കടമക്കുടി മഴ പെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം മഴ പെയ്യോ ഇല്ലയോന്ന്. ഹായ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കടമക്കുടിയിലോട്ടാണ് പോകാൻ പോകുന്നത്. നല്ല പ്ലേസാണ് കേട്ടോ. ഞാനിതെൻ്റെ ആക്ച്വലി മൂന്നാമത്തെ തവണയാണ് ഞാൻ കടമക്കുടി പോകുന്നത്. സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മഴയുടെ സീസണും കൂടി വന്നപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ടാകുമല്ലോ. അങ്ങനെ പോണ വഴി ആ റോട്ടിൽ തന്നെ നമുക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നു കുറച്ച്. അങ്ങനെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കാം എന്നൊക്കെ ഉള്ളൊരു രീതിയിൽ നമ്മൾ അന്വേഷിക്കുകയാണ്. പക്ഷെ പ്ലേസൊന്നും അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ പോയി ഏറ്റവും ഒരു ലാസ്റ്റത്തെ ഒരു സ്ഥലത്തായപ്പോഴാണ് നമുക്ക് ഈ പ്ലേസ് പാർക്ക് ചെയ്യാനുള്ള ഒരു പ്ലേസ് കിട്ടിയത്. അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. നമുക്ക് 2 ആൾക്കാർ വരാനുണ്ടായിരുന്നു. ഇവർ ആണ് കടമക്കുടിയിലെ മെയിൻ ആൾക്കാർ. അപ്പോൾ ഇവരെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവരെയും പിക്ക് ചെയ്ത് കുറച്ച് നേരം നമ്മളവിടെ ഇങ്ങനെ ഇരുന്നു. ബെൻലിയുടെ മെയിൻ ഫാൻസുകളാണ് കേട്ടോ ഇവർ. ബെൻലി ഇവരായിട്ട് ഭയങ്കര കൂട്ടാണ്. ഇവരെ കാണുമ്പോഴേക്കും ഭയങ്കര ഹാപ്പിയാണ് അവൻ. പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് കുറച്ച് ഇരുട്ടിയപ്പോഴേക്കും നമ്മൾ അവിടെ തന്നെ ഒരു പ്ലേസ് ഉണ്ട്. ഈ ഇതുപോലത്തെ നല്ല ആംബിയൻസ് ഒക്കെ കണ്ട് പുട്ടും മുട്ടയും താറാമുട്ടയും പരിപ്പൊക്കെ കിട്ടുന്ന ഒരു പ്ലേസ് ഉണ്ട്. അതൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ്. അപ്പോൾ അങ്ങനെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടേക്കുള്ള യാത്രയാണിത്. അന്നെ നോക്കണ്ടേ. ഞങ്ങൾ ആക്ച്വലി നടന്നു. പക്ഷെ നടന്നിട്ടും എത്താറാവണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന് കാർ എടുക്കേണ്ടി വന്ന്. ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലം പോലത്തെ ഒരു സ്ഥലം, ചെറിയ വഴിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത് കണ്ടില്ലേ, പട്ടിയൊക്കെ ഞങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു റോട്ടിൽ തന്നെ. അങ്ങനെ ഞങ്ങൾ പതുക്കെ വണ്ടി ഓടിച്ച് ഫ്രണ്ടിൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ ബ്ലോക്ക് ആവുന്ന രീതിയിലുള്ള ചെറിയ വഴിയുള്ള സ്ഥലമാണ്. പക്ഷേ നമ്മൾ അറ്റത്ത് ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം കേട്ടോ, അതിൻ്റെ അകത്ത് നല്ല ആംബിയൻസ് ആണ് ആ ഒരു പ്ലേസ് ഫുള്ളും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് 4 പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. അവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. പിന്നെ കയാക്കിങ് നമ്മൾ കടമക്കുടി ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് വന്ന് ഇപ്പുറത്ത് വന്നിട്ടാണ് ഇവർക്ക് ഇവിടെ നിന്നാണ് ഫുഡും ചായയൊക്കെ. അപ്പം അങ്ങനെ ആ കയാക്കിങ്ങിൻ്റെ ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം കണ്ട് അവരുടെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പോയി. അങ്ങനെ നമുക്കുള്ള ഫുഡും വന്ന് നല്ല ഫുഡായിരുന്നു കേട്ടോ. പപ്പടം ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പരിപ്പ് നല്ല ഡ്രൈ ആയിട്ട് ഒലത്തിയ പരിപ്പായിരുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക, അതും ഈ ഒരു ആംബിയൻസിൽ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖമാണ് കേട്ടോ. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും നമ്മൾ തിരിച്ചു. കുറച്ച് സന്ധ്യയൊക്കെ ആയപ്പോഴേക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.